അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, റിജിൽ ഞാൻ പറയാം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അരുണിന് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അരുൺ, ഗുരുതരമായ വിമർശനമാണ് പോലീസിന്റെ അനാസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിപ്പോൾ റിജിൽ മാക്കുറ്റി പറയുന്നത് കൊണ്ട് അതിനൊരു രാഷ്ട്രീയ സ്വഭാവം കൽപ്പിക്കേണ്ട അഖിലയും അതുല്യം അത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് 2019 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. 4 മാസത്തിനുള്ളിൽ കേസന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു, കുറ്റപത്രം കൊടുത്തു. നമുക്കറിയാം, ഒരു നീതി നിർവഹണം കൃത്യമായിട്ട് നടക്കുന്നത് പോലീസും പ്രോസിക്യൂഷനും കോടതിയും ഏറ്റവും കൃത്യതയോടെ പ്രവർത്തിക്കുമ്പോഴാണ്. ക്രൈം രജിസ്റ്റർ ചെയ്ത പോലീസ് കൃത്യമായിട്ട് അന്വേഷണം പൂർത്തീകരിച്ച് 4 മാസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുന്നു. കുറ്റപത്രം കിട്ടിയ കേസിൽ പ്രതി ജയിലിലാണെങ്കിൽ ട്രയൽ ആരംഭിക്കുകയും പെട്ടെന്ന് തന്നെ വിചാരണ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് സാധാരണ നടപടിക്രമം. എന്നാൽ 2020 ആദ്യ മാസത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കോടതി വിചാരണ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 24/5/2022 ഈ കുറ്റകൃത്യം നടന്ന ഏകദേശം 3 വർഷം എത്താറായപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യാപേക്ഷ വരുമ്പോൾ അവിടെ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കൊടുത്ത ആ ലെറ്റർ ഞാൻ വായിക്കാം. ആ അപേക്ഷയെ എതിർത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള മറുപടി: കേസിൽ മരണപ്പെട്ട സജിതയുടെ ബന്ധുക്കൾ അയൽവാസികളായതിനാലും പ്രതിയോട് കടുത്ത പക സൂക്ഷിക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം പ്രതിയുടെ ജീവന് ഭീഷണി ഉള്ളതിനാലും സ്ഥലത്ത് ക്രമദാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലും ഈ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം സാക്ഷികളെ സ്വാധീനിച്ച് കേസിന്റെ സുഗമമായ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്നതിന് സാധ്യത ഉള്ളതിനാലും പ്രതിയുടെ ജാമ്യാപേക്ഷ നിരസിച്ച് ഉത്തരവുണ്ടാകണമെന്ന അപേക്ഷ. ഇത് 11/5/2022 പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഏകദേശം 3 വർഷമായി ജയിലിൽ കിടന്നുകൊണ്ടിരുന്ന ചെന്താമരയുടെ ജാമ്യാപേക്ഷ എതിർത്തു കൊടുത്ത പ്രോസിക്യൂഷന്റെ കത്താണ്. അത് കത്ത് പരിഗണിച്ചിട്ടും കോടതി 24/5/2022 ജാമ്യം കൊടുക്കുന്നു. ആ ജാമ്യത്തിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പ്രതി പ്രവേശിക്കരുത് എന്നതാണ്. 1.5 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് മൂന്നാമത്തെ കണ്ടീഷനായിട്ടുള്ള ഈ കണ്ടീഷൻ, ഒരു ഡ്രൈവർ ജോലി എടുക്കുന്ന തനിക്ക് ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് തനിക്ക് ജോലിയെടുത്ത് ജീവിക്കാനുള്ള അവകാശം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുമ്പോഴും പ്രോസിക്യൂഷൻ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. ഓൺ ഗോയിങ് ത്രൂ ദി റിപ്പോർട്ട്, ഇത് ഉത്തരവാണ്, കോടതിയുടെ ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. ഓൺ ഗോയിങ് ത്രൂ ദി റിപ്പോർട്ട് ഓഫ് ദി SHO കൺസേൺഡ്, it is seen that the accused and the relatives of the victim are residing within the same locality within the limit of the Nenmara police station. If the condition number 3 is lifted, there is possibility of serious threat to the life of the petitioner and other law and order issues in the locality. Having regard to the fact and circumstance of the case, I am of the considered view that the condition number 3 can be modified. In these circumstances, condition number 3 in the order dated 24/5/2024 stands modified. The petitioner shall not enter into the limit of the Nenmara Panchayat until the conclusion of the trial. ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി വിചാരണ ആരംഭിക്കാനിരിക്കുന്ന ഈ കേസിൽ വിചാരണ പൂർത്തീകരിക്കുന്നത് വരെ നെന്മാറ പഞ്ചായത്ത് അതിർത്തിയിൽ പ്രവേശിക്കരുത് എന്ന രൂപത്തിൽ ഈ കണ്ടീഷൻ മോഡിഫൈ ചെയ്തത് പ്രോസിക്യൂഷന്റെയും SHOന്റെയും ശക്തമായിട്ടുള്ള എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കോടതി ചെയ്ത കാര്യമാണ്. ഇതിൽ പഞ്ചായത്ത് അതിർത്തിയിൽ പ്രവേശിക്കരുതെന്നുള്ള കണ്ടീഷൻ പ്രതി ലംഘിച്ചതായി കൃത്യമായിട്ടുള്ള പരാതി അവിടെ ഒരു മനു, ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി, അതുപോലെ നെന്മാറ ലോക്കൽ കമ്മിറ്റി അംഗം, നിരവധി ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു പരാതി പോലീസിന് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലെ സജിത വിക്ടിമിന്റെ കുടുംബവും പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ലെങ്കിലും ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന രൂപത്തിൽ അത് കൺസേൺ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതുകൊണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സൂചിപ്പിച്ചു, ശക്തമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പരിശോധനയും നടപടിയും ഉണ്ടാകും. ഇപ്പോൾ ആ SHOക്കെതിരെ സസ്പെൻഷൻ അടക്കം ഉള്ള നടപടികൾ വന്നിരിക്കുകയാണ്. എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ അത് കൃത്യമായി ഗവൺമെന്റ് പരിശോധിക്കും. ഗവൺമെന്റ് കൃത്യമായി ഈ വിക്ടിമിന്റെ ഫാമിലിയോടെ തന്നെയാണ്. കൂടോത്രവും മന്ത്രവാദവും എല്ലാം തൊഴിലാക്കി മാറ്റിയവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനത്തെ സമൂഹം പിന്തുണയ്ക്കരുത്. ഗവൺമെന്റ് സംവിധാനം ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ആ പ്രദേശത്ത് ശാഖയുണ്ടാക്കാനും RSSന്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ചെന്താമരയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും എല്ലാം അവിടുത്തെ നാട്ടുകാർ ശക്തമായി ചെറുത്ത ഒരു ചരിത്രം ആ നാടിനുണ്ട്. ഏതായാലും ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കില്ല. രാഷ്ട്രീയ നിറത്തോടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ശരിയായില്ല. അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും ഉത്തരവാദിത്വം പോലീസാണ്, ഗവൺമെന്റ് ആണ് എന്ന രൂപത്തിൽ. പക്ഷേ അരുൺ ഇപ്പോൾ വായിച്ച ഭാഗമുണ്ടല്ലോ, അരുൺ ഇപ്പോൾ വായിച്ച ഭാഗമുണ്ടല്ലോ, അതായത് ഈ പറയുന്ന ജാമ്യ വ്യവസ്ഥ കർശനമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ജാമ്യ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചുവെന്ന് അങ്ങ് പറഞ്ഞ് വായിച്ച വാചകങ്ങളില്ലേ,
ആ വാചകങ്ങൾ ഞാൻ കേട്ടതിലെ അപാകതയാണെങ്കിൽ അങ്ങനെ തിരുത്തുക. പ്രതിയോട് കടുത്ത പക ബന്ധുക്കൾ സൂക്ഷിക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം പ്രതിയുടെ ജീവന് ഭീഷണി ഉള്ളതിനാലും ഇതെന്ത് എതിർപ്പാണ് അരുണെ? പ്രതിയുടെ ജീവന് ഭീഷണിയുണ്ട്, പ്രതിയോട് ബന്ധുക്കൾക്ക് പക എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഭാഗത്തു നിന്നുള്ള വാദമാണ് അരുൺ? മിസ്റ്റർ വേണു, ഏത് ഇത്തരത്തിലുള്ള അധാർമിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ജനം കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവർ സ്ഥലത്തെത്തുന്നത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പിന്നെ പോലീസ് അതിനാണ് അവിടെ നിൽക്കുന്നത്. എന്റെ ചോദ്യം ഒന്നുമല്ല, ഇതൊരു ബനാന റിപ്പബ്ലിക് ഒന്നുമല്ല. അതുകൊണ്ട് നാട്ടിലാരും ജാമ്യത്തിന് ഇറങ്ങുന്നില്ലേ? ജാമ്യത്തിൽ ഇറങ്ങുന്ന കേരളത്തിൽ എല്ലാ സ്ഥലത്തും അത്തരം പ്രതികളെ ജനം കൈകാര്യം ചെയ്യുകയാണോ? അത് കൈവച്ചാൽ മതി അരുണേ. എനിക്ക് ഈ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. പ്രതിയോട് കടുത്ത പക ബന്ധുക്കൾ സൂക്ഷിക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം പ്രതിയുടെ ജീവന് ഭീഷണി ഉള്ളതിനാലും ആർക്ക് വേണ്ടിയുള്ള വാചകമാണിത്? അല്ല, ബന്ധുക്കൾ സൂക്ഷിക്കുന്നു എന്ന അങ്ങക്ക് എവിടെന്നാ കിട്ടിയേ? അങ്ങ് വായിച്ചതാണ്. ഞാൻ ഒന്നോടെ വായിക്കാം. അല്ലല്ല, കേസിൽ മരണപ്പെട്ട സജിതയുടെ ബന്ധുക്കൾ അയൽവാസികളായതിനാലും പ്രതിയോട് കടുത്ത പക സൂക്ഷിക്കുന്നതിനാലും എന്ന് വെച്ചാൽ സജിതയുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ അയൽവാസികൾ, അവർ അവർ പ്രതിയോട് പക സൂക്ഷിക്കുന്നു. അത് ഞാൻ നേരിട്ടങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിതെല്ലാം വളച്ചാണെന്നേ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് അങ്ങ് ആവർത്തിക്കുന്നതും ഈ വളച്ച് ചെന്താമരയ്ക്ക് വേണ്ടി നടത്തിയ പോലീസിന്റെ ശാഖാപ്രവർത്തനമാണ്. ഇതൊക്കെ നിങ്ങൾ എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും ഇത് കേൾക്കുന്നവർക്ക് ബോധ്യമുണ്ട്. ഇല്ല, അങ്ങ് ഞാൻ പറഞ്ഞത് ഖണ്ഡിക്കൂ. അങ്ങ് പറഞ്ഞ വാചകങ്ങളിൽ ഒറ്റ സെക്കൻഡ്, അതിനോട് കോടതി എങ്ങനെയാണെങ്കിൽ ഒരു ഉത്തരവും വായിക്കുകയുണ്ടായി. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കോടതിയും എടുത്തത്. ഇഫ് ദ കണ്ടീഷൻ നമ്പർ 3 is lifted, there is possibility of serious threat to the life of the petitioner. എന്ന് വെച്ചാൽ ആരുടെ ജീവന് ഭീഷണി ഉണ്ടെന്നാണ് കോടതിയും അപ്പോ കണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടി വാദിച്ച് വാങ്ങിക്കൊടുത്ത ഇളവാണ് അരുണ ഇത്?